എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാൻവ എന്ന് പറയുന്നത് മാൻവ സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ പേരാണ് ഒമിനിസെൻ്റ് റേഡിയസ് വ്യൂ പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാപ്റ്റർ 1 എക്സ്പ്ലനേഷൻ ഓഫ് ഒമിനിസെൻ്റ് റേഡിയസ് വ്യൂ പോയിന്റ്. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു അണ്ടർ ആയിട്ടുള്ള ഒരു മാൻവേ കാണിക്കാം. സോ ഈ ഒരു മാൻവിൻ്റെ വ്യൂ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ഒറ്റ ഒരുത്തന്നെ ഇപ്പോഴും ഈ ഒരു മാൻവ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അണ്ടർ റൈറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മാൻവ ടോട്ടലി 3000+ ചാപ്റ്റേഴ്സ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ വ്യൂ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റ് 1, വ്യൂ 1, അതായത് ഇപ്പോഴും ഇത് ഫോളോ ചെയ്യുന്നത് ഒറ്റ ഒരുത്തനാണ്. സോ അതാണ് നമ്മുടെ നാരേറ്റർ, ദ പ്രൊട്ടാഗനിസ്റ്റ്. സോ ഈ ഒരു സ്റ്റോറി നമുക്ക് നരേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ്, ദ ഹീറോ. സോ അവൻ പറയാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം 10 വർഷമായിട്ട് ഒരു മാൻ ആരെങ്കിലും വായിക്കും, ഏത് മണ്ടറിനെ അത് ചെയ്യാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അത് ഇവൻ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇവൻ 10 വർഷമായിട്ട് ഈ ഫോളോ ചെയ്തിട്ടുള്ള ഈ ഒരു മാൻ ഇവൻ്റെ എൻഡിങ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3149 ചാപ്റ്റർ, അല്ല ഫൈനൽ ചാപ്റ്റർ ആയിട്ടുണ്ട് ഈ ഒരു മാനുവിൻ്റെ. സോ നമ്മുടെ ഈ ഒരു ഹീറോ എക്സൈറ്റഡ് അത് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്. സോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറ്റ സിംഗിൾ പേജ് ഉള്ളൂ, ഒരു വൈറ്റ് പേജിൽ. അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ്, അതായത് നമ്മുടെ ക്രിയേറ്റർ തന്നെ അത് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ ഒരു വേൾഡ് സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റർ പറയുന്നത്, എനിക്ക് തന്നെ ആ ഒരു വഴിയെല്ലാം മറന്നുപോയി, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു മാനോ ഇപ്പോഴും ഫോളോ ചെയ്യണം ആ ഒരു സോൾ റീഡറിനെ ആ ഒരു ഈ ഒരു വേൾഡിൽ സർവൈവ് ചെയ്യേണ്ട 3 വഴികൾ അറിയാനായിട്ടാണ് ഈ ഒരു ഫൈനൽ ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ചാപ്റ്ററും തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ടെൻഷനായിട്ട്, എവിടെടാ ഇതാണോ സീരിയസ്ലി, എവിടെ ഫൈനൽ ചാപ്റ്റർ ഇതാണോ പറഞ്ഞിട്ട് അവൻ ടെൻഷനാകാണ്. എന്നിട്ട് ഒരു ഫേസ്, എന്നിട്ട് അവന് സൂം ചെയ്ത പോലെ കാണിക്കുകയാണ്, പെട്ടല്ലോ എന്നാ. സോ പിന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവൻ്റെ പേരാണ്, നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ പേരാണ്, ഹീറോൻ്റെ പേരാണ് കിം ഡോക്ച. സോ ഇവൻ്റെ പേരിൻ്റെ കൊറിയൻ ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ റീഡർ ഓർ സിംഗിൾ ചൈൽഡ്. സോ ഇവൻ്റെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാം തെറ്റിദ്ധരിക്കുകയാണ്, ഓ നീ സിംഗിൾ ചൈൽഡാണോ സിംഗിൾ ചൈൽഡാണോ. സോ ഇവൻ്റെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും ടൈം എടുക്കുന്നുണ്ട്. സോ അവൻ ആ കാര്യങ്ങളൊക്കെ വിടുകയാണ്. സോ ഇവൻ യൂഷ്വൽ പോലെ 28 വയസ്സ്, സിംഗിൾ, സുമുഖൻ, കല്യാണം കഴിച്ചിട്ടില്ല, മറ്റേ ഒരു ഏതോ ഒരു കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. പിന്നെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബ്വേയിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ എല്ലാ ടൈമും ഇവൻ ഈ സബ്വേയിൽ യാത്ര ചെയ്യുക, വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മാൻവ വായിക്കുന്നതാണ് ഇവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ഒട്ടാക്കോ. അങ്ങനെ ഒരു സ്ഥിരം ലൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിലായിരിക്കും അന്നേക്ക് ഒരു ദിവസം ഇവൻ പറയേണ്ടത്, ഇന്നൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണ് പറഞ്ഞിട്ട് പറയേണ്ടത്. അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പോലും മോനെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാണിക്കുന്നത്, ഒരു ഫീമെയിൽ ക്യാരക്ടർ. സോ ഇവളുടെ പേരാണ് സാങ്ക. നമ്മൾ എന്നൊരു പേര് സാങ് എന്ന് കൊടുക്കാം അപ്പോൾ തൽക്കാലം. സോ ഈ സാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്രഷാണ്. സോ ഇവൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. സോ അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ ബൈസൈക്കിളിൽ പോയില്ലേ പറഞ്ഞു. സോ ഇവൾ രാവിലെയും മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും വരുന്നത് ഇവളുടെ ബൈസൈക്കിളിലാണ്. സോ ഒരു ബൈസൈക്കിൾ മിസ്സായിപ്പോയി, ആരോ അടിച്ചു മാറ്റിയാൽ വന്നിട്ട് ഇവൾ പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ ഒരു സബ്വേ എടുക്കേണ്ടത് ആ കാര്യം വരുന്നത്. സോ ഒരു ക്യാരക്ടർ നമ്മുടെ ഹീറോൻ്റെ തൊട്ടടുത്ത് ഇരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ചോദിക്കേണ്ടത്, ഏതാ നോവലിൻ്റെ ക്രിയേറ്റർ പേരെന്താ, ഇതാണോ ചോദിക്കേണ്ടത്. പിന്നെ പറയാൻ പറ്റുമോ, 10 വർഷമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലാണ്, എൻ്റെ ക്രിയേറ്ററിൻ്റെ പേര് ഇവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുമാത്രമല്ല, ഇന്നൊക്കെയാണ് ആ ഒരു ചാപ്റ്റർ എൻഡ് ആയിട്ടുള്ളത്. എങ്ങനെ ഇത് അവളോട് പറയും നമ്മുടെ ഹീറോ. ഇവൻ ഇത് വായിക്കേണ്ടത് 10 വർഷം ഇത് ഫോളോ ചെയ്യേണ്ട മെയിൻ റീസൺ ഇവിടെ പറയേണ്ടത്, അതായത് ഇവൻ്റെ ഈ ഒരു കുട്ടിയുള്ള ടൈം, എന്താ പറയുക, പഠിക്കുന്ന ടൈം, സ്കൂൾ ടൈമിൽ ഇവനെ ബുള്ളി ചെയ്ത സമയത്തും, അതുപോലെ തന്നെ ഇവൻ ഡിഫൻസിലും, അതുപോലെ തന്നെ ഇപ്പോൾ വർക്കിലും, എല്ലാ പ്രഷറിലും, കോളേജിൻ്റെ ആ ഒരു പ്രഷറിൽ വരെ ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ് നോവലാണ്. ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ മെയിൻ ടാസ്ക് പറഞ്ഞാൽ ഇവളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റണം. അപ്പോൾ ഈ കൺഗ്രാജുലേഷൻ, ഈ ഫുൾ ടൈം എംപ്ലോയി ഇല്ലേ പറഞ്ഞിട്ട് ഇവൻ അറിയാതെ അത് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സോ ഇവൻ ഇപ്പോഴും ഒരു ടെമ്പററി ആണ്. സോ ഇവളെ പോലെ ഫുൾ ടൈം ആയില്ല. അതായത് ഇവൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്തിട്ട്, എന്താ പറയുക, ടോപ്പിക്കെല്ലാം കവർ ചെയ്തിട്ട് ഇവൾ നെക്സ്റ്റ് ലെവലായി. പക്ഷേ ഇവൻ ഇപ്പോഴും നമ്മളെ പോലെ തന്നെ ഈ ഒരു മാൻവിയും വായിച്ച് നടക്കുകയാണ്. സോ ഇവൾ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു, നീ ഇത് പഠിക്കുക, പിന്നെ എനിക്കും ആകാൻ സാധിക്കും പറഞ്ഞിട്ടൊക്കെ പറയണ്ടേ. അപ്പം നമ്മുടെ ഹീറോ പറയണ്ടേ, നീ ഇപ്പോൾ എനിക്ക് ഈ ഒരു യൂസ് ചെയ്യുന്ന ആപ്പ് കാണിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല, അതൊന്നും വർക്ക് ചെയ്യില്ല. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത്, എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ റിയൽ വേൾഡല്ല, ഒരു ഫിക്ഷൻ ലൈഫാണ്. സോ എനിക്ക് ആപ്റ്റ് ആണെന്ന് പറയുന്നത് ഒരു റീഡേഴ്സ് ലൈഫാണ് പറഞ്ഞിട്ട് ഇവൻ കുറേ കാര്യം ഫിലോസഫിക്കലായി പറയുന്നുണ്ട്. ഇവൾ അപ്പം എനിക്കും ഈ ലൈഫാണ് പറഞ്ഞിട്ട് അവളും അങ്ങനെ പറയുന്നുണ്ട്. സോ ഇവൻ്റെ കോൺവെർസേഷൻ നടക്കുന്ന ടൈമായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതെന്താ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു താങ്ക് യു മെസ്സേജ് ആയിരിക്കും. സോ നമ്മുടെ ഹീറോയിന് ഡൗട്ടായത് ഇത് ഓതറാണോ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത്, ക്രിയേറ്റർ ആണോ ചോദിക്കേണ്ടത്. അപ്പോൾ അവൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഒന്നുമല്ല,
നിങ്ങൾ കാരണം എനിക്ക് ഈ ഒരു കോമ്പറ്റീഷൻ ജയിക്കാൻ സാധിച്ചു പറഞ്ഞിട്ട് പറയേണ്ടത്. സോ എന്ത് കോമ്പറ്റീഷനാണ്? സോ നമ്മുടെ ഹീറോ വിചാരിക്കുന്നത് ക്രിയേറ്ററാണ്, സോ ഓതറാണ് വിചാരിച്ചിട്ട് പിന്നീടുള്ള മെസ്സേജ് കാര്യങ്ങൾ റിപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് കോമ്പറ്റീഷൻ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ എന്താണെന്നറിയില്ല, അത് അത്ര ഫേമസ് അല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു മാനുവനെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിലോഗ് ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനും ആവും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. ആ ഒരു ഗിഫ്റ്റ് അയക്കാനുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇമെയിലും അഡ്രസ്സും ഒന്ന് അയക്കാവോ പറഞ്ഞിട്ട് അയക്കും. പിന്നീടുള്ള റിപ്ലൈ എല്ലാം അവിടെ നിന്ന് നമ്മുടെ ഹീറോയിന് കൊടുക്കുക. സോ നമ്മുടെ ഹീറോയിന് ഇത് ആരാണ് കൂടി അറിയില്ല. സോ ഹീ ഈസ് ഡീലിംഗ് വിത്ത് എ ഡെവിൽ. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു താങ്ക്സ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇവൻ വിശ്വസിച്ചിട്ട് ഇവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു, മെയിലും അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ഹീറോ ആലോചിക്കണം എല്ലാവരും പോലെ ടിപ്പിക്കൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഒരു 5000 കിട്ടിയാൽ അത് ചെയ്യാം ഇത് ചെയ്യാം പറഞ്ഞിട്ട് ചിന്തിക്കുന്നത്. നോക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു. പൈസ അയച്ചാൽ നോക്കി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: നമ്മുടെ ഈ ഒരു എപ്പിലോഗ് ഇന്ന് അപ്ലോഡ് കറക്റ്റ് 7 മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ലഭിക്കും. സോ അങ്ങനെ നിങ്ങൾ എമൗണ്ട് തരാൻ സാധിക്കുമ്പോഴായിരിക്കും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക. 7 മണിയിലെ ഇപ്പോൾ 6:55 5 മിനിറ്റ് ഉണ്ട്. സോ നമ്മുടെ ഹീറോ പെട്ടെന്ന് തോന്നുന്നു എന്നാൽ ശരി എന്നാൽ എൻ്റെ ഒന്നും കൂടി വായിച്ച് എപ്പിലോഗ് ഒന്നും കൂടി നോക്കട്ടെ പറഞ്ഞിട്ട് 5 മിനിറ്റ് ടൈം ഉണ്ടല്ലോ പറഞ്ഞിട്ട് മുമ്പ് ഫേവറേറ്റ്സ് പോയി തപ്പാണ്. പക്ഷെ നോക്കി കഴിഞ്ഞാൽ അതെല്ലാം ലോക്കാണ്, അതിലൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഓടായിട്ടുണ്ടല്ലോ പറഞ്ഞ് വിചാരിക്കും. ശരി, അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ടൈം ആയിരിക്കും. കറക്റ്റ് 7 മണി ആ ടൈമിൽ പെട്ടെന്ന് എല്ലാം എമർജൻസി. നമ്മുടെ ഇന്ത്യ പോലും ഒന്നല്ലല്ലോ, ഇത് കൊറിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാവിടേക്കും നോട്ടിഫിക്കേഷൻ എത്താണ്. ഫോണിലും ട്രെയിനിൻ്റെ അവിടെ എല്ലാവരും ഇപ്പം തന്നെ ഇവാക്യുവേറ്റ് ചെയ്യുക പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്താണ്. അപ്പോഴേ നമ്മുടെ ഹീറോയിനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. കറക്റ്റ് 7 മണിക്ക് തന്നെ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട്. സോ നമ്മുടെ ഹീറോ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. അപ്പം തന്നെ ഈ ഒരു മെയിൻ നോട്ടിഫിക്കേഷൻ എത്തി. ദ മെയിൻ സിനാരിയോ സ്റ്റാർട്ട്സ് നൗ. ഇനി ഒരു പ്ലാനറ്റിൽ ഫ്രീ ആയിട്ടുള്ള സർവീസ് എല്ലാം നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട്. സോ അപ്പോൾ നമ്മുടെ ഹീറോയിന് മനസ്സിലായി തൻ്റെ ലൈഫിൻ്റെ ഈ ഒരു ജേണർ തന്നെ മാറിയെന്ന്. ഇങ്ങനെ കാണിച്ചിട്ടാണ് നമ്മുടെ ORVൻ്റെ ചാപ്റ്റർ 1 എൻഡ് ചെയ്യുന്നത്. സോ അടുത്ത ചാപ്റ്ററിൽ എന്തൊക്കെ സിനാരിയോ ആയിരിക്കും വരുന്നതും ആരൊക്കെയൊക്കെയാണ് വരുന്നതും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.